ഹലോ, നമ്മുടെ ഈ ഒരു ലെച്ചു സ്റ്റൈൽ കിസ് എന്ന് പറയുന്ന ഒരു ചാനലിനകത്ത് 99% നമ്മുടെ പ്രോഡക്റ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണ് ഞാൻ ഇടാറുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാതെ. ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ ഒരിക്കലും ഞാൻ ഇതുപോലെ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടുള്ളൊരു വീഡിയോ എൻ്റെ ചാനലിൽ വരാൻ പാടില്ല എന്ന് കർശനമായിട്ട് ഒരു ശബ്ദം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അങ്ങനെ ചിന്തിച്ച ഒരാളായിരുന്നു ഞാൻ. എന്നിട്ടും ഇങ്ങനൊരു വീഡിയോ ചെയ്യാനായിട്ടുള്ളൊരു സാഹചര്യം എന്താണെന്ന് വെച്ചാൽ അത്രയും മെൻ്റലി ഡൗൺ ആയിരുന്ന സമയത്ത് ഞാനൊരു വീഡിയോ കാണാനിടയായി. അതായത് പ്രവീൺ കൊച്ചു അവരുടെ ഒരു വീഡിയോ കണ്ടു. ഫാമിലി ഇഷ്യൂ ആണെന്നുള്ള രീതിയിൽ ഒരുപാട് ക്രിയേറ്റേഴ്സ് യൂട്യൂബിൽ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അവരുടെ റീച്ചിന് വേണ്ടിയിട്ട് ഒരുപാട് പേരിട്ടിട്ടുണ്ട്, സത്യാവസ്ഥ മനസ്സിലാക്കാണ്ട്. ഈ റീസെൻ്റ്ലി ഇപ്പം ആഷ് എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടിയുടെ നാത്തൂനോ പുള്ളിക്കാരിനെ റോഡിൽ വെച്ച് അടിച്ചിട്ടുള്ള കേസും ഈ ഒരു കാര്യം കൂട്ടിയിട്ട് ഇങ്ങനെ 2-3 ദിവസം കൊണ്ട് 1.5 ആഴ്ച കൊണ്ടേ ഇങ്ങനെ യൂട്യൂബിൽ കിടന്നങ്ങ് കറങ്ങുവാണ്. അപ്പോഴൊന്നും ഞങ്ങളിത് കാണുന്നു, കണ്ട് കളയുന്നു, അടുത്ത വീഡിയോ എടുക്കുന്നു, അങ്ങനെ തന്നെയാണ് ഞാനും പൊയ്ക്കൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് പ്രവീണിൻ്റെ ഒരു വീഡിയോ കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ ഷോക്കായിപ്പോയി. ഷോക്കായെന്ന് പറഞ്ഞാൽ പോരാ, വല്ലാത്തൊരു മെൻ്റൽ വല്ലാത്തൊരു സിറ്റുവേഷൻ. ഈ പെങ്കൊച്ചിൻ്റെ കരച്ചിലൊക്കെ കണ്ടപ്പോഴത്തേക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അവരുടെ വീട്ടിലെ സഹോദരനും അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ, അത് ഓട്ടോറിറ്റീസ്, അത് എന്ത് തന്നെ ആയാലും നമുക്ക് പറയുന്നതിനൊക്കെ നമുക്കൊരു ലിമിറ്റുണ്ട്. കാര്യം നമുക്ക് നേരെ ഒരു അമ്പ് വരുമ്പോഴാണ് അത് എത്രത്തോളം ആഴത്തിൽ അത് മുറിവേൽപ്പിച്ചു എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നത്. പക്ഷേ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ, മൃദുല എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, അവരുടെ മകൻ്റെ വൈഫ് എന്നുള്ളത് മാറ്റി നിർത്തിയിട്ട് അതൊരു സ്ത്രീയാണ്. ഡെലിവറി ഡേറ്റ് 4-5 ദിവസങ്ങൾക്ക് മുന്നേ അല്ലെങ്കിൽ അടുത്തിരിക്കുന്ന ഒരു പെൺകുട്ടിയെ ചെയ്യാൻ പാടില്ലാത്ത പല കാര്യങ്ങളും ആ വീട്ടിൽ ചെയ്യുന്നുണ്ട്. മെൻ്റലി അതിനൊരു ട്രോമയിലോട്ട് എത്തിക്കുന്നുണ്ട്, അതിന് ശാരീരികമായിട്ട് ഉപദ്രവിക്കുന്നുണ്ട്. ഇത് കാണുന്ന അവരെ പോലീസ് സ്റ്റേഷൻ്റെ മുമ്പ് വണ്ടി നിർത്തിയിട്ട് കുറേ നേരം വരെ ചിന്തിക്കുന്നു. അവൻ പറയുന്നുണ്ട് അച്ഛനും അമ്മയാണ് ഇങ്ങനെ പറയാൻ പറ്റി, ഇന്നലെ വരെ കൂടെ കഴിഞ്ഞിട്ട് അവർക്ക് കംപ്ലൈൻറ്റ് കൊടുക്കാൻ പറ്റുമെന്നൊക്കെ. പക്ഷേ കർശനമായിട്ടും ഇതിനെതിരെ നടപടി എടുക്കണം തന്നെയാണ് ഞാൻ മുന്നേ പറഞ്ഞ പോലെ എന്നെപ്പോലെ ആഗ്രഹിക്കുന്ന ഓരോ സ്ത്രീകളും പുരുഷന്മാരും ആഗ്രഹിക്കുന്നത്. അവർക്കെതിരെ കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കണം. കാര്യം ആ കൊച്ചിൻ്റെ വയറ്റിൽ ചവിട്ടിയത് തറയിൽ വീണ് കിടക്കുന്ന ഇനി അതിന് എന്തെല്ലാം അത് പറയുന്നുണ്ട്. നമുക്കത് കാണാൻ പോലെ ജെനുവിനാണത്. ആ പെൺകുച്ചി അത് എത്രത്തോളം അനുഭവിക്കുന്നുണ്ട്. ഡെലിവറി കഴിഞ്ഞിട്ട് അതിൻ്റെ മെൻ്റൽ ഓക്കെ ആവുന്നുണ്ടോ? ഇത് നിയമ നടപടി കർശനമായിട്ടും എടുക്കണം തന്നെയാണ് നമ്മളെല്ലാവരും ചിന്തിക്കുന്ന. ഈ ഒരു വീഡിയോ തൊട്ട് മുന്നേ ഇവൻ്റെ സഹോദരൻ ഇട്ടൊരു വീഡിയോ വെച്ചിട്ട് പല ആൾക്കാരും അത് കോണ്ടന്റ് ആക്കിയിട്ട് പല യൂട്യൂബ് ചാനലിലുള്ള ആൾക്കാരും അതിന് കണ്ടന്റ് ആക്കി എടുത്ത് വിറ്റ് തിന്നുന്നുണ്ട്. ഈ വീഡിയോസ് കാണുന്ന എല്ലാവരും ഇവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക്കണം. കാര്യം ഞാൻ ഇന്ന് ഈ വീഡിയോ കണ്ടപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ കൊല്ലം കടക്കിലാണ് എൻ്റെ സ്ഥലം. അപ്പോൾ ചടയമംഗലത്ത് അടുത്താണ് ഈ പയ്യൻ്റെ വീടെന്നാണ് ഞാൻ അറിഞ്ഞത്. എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ മനസ്സിലായത്. അപ്പോൾ നമ്മുടെ വീടിനടുത്ത് ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോൾ നമ്മൾ അറിയാത്ത ഒരുപാട് കാര്യങ്ങൾ പല സ്ഥലങ്ങളിൽ നടക്കുന്നു. എന്നാലും നമ്മുടെ കണ്ണിൻ്റെ മുമ്പ് ഇങ്ങനെ ഒരു സംഭവം നടക്കുമ്പോഴത്തേക്കിന് നമുക്ക് എങ്ങനെ റിയാക്ട് ചെയ്യാതിരിക്കാൻ പറ്റും? ഇപ്പം എനിക്ക് സഹിക്കാൻ പറ്റാതായി പോയെന്ന് പറഞ്ഞാൽ സത്യം നമുക്ക് കാണുമ്പോൾ ഏതൊരു പെണ്ണും കരഞ്ഞു പോവും. ഞാനും ഒന്ന് പ്രസവിച്ചതാണ്. അപ്പം വല്ലാത്തൊരു എന്താ പറയുക, അത് ആ പെൺകൊച്ചിൻ്റെ കരച്ചിൽ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ സഹിക്കാൻ നമുക്ക് പറ്റത്തില്ല. അപ്പോൾ നിയമ നടപടി കർശനമായിട്ടും അവർക്കെതിരെ ഉണ്ടാവണം. ജസ്റ്റ് നിങ്ങൾ തന്നെ ഒന്ന് കണ്ടു നോക്ക്. 2 മക്കൾ ഒരേ വളർത്താനിക്കരുത്. ആദ്യമേ ഒഴിവാക്കണം. സീരിയസായിട്ട് എത്ര വിഷമമുണ്ട് പറയാൻ. ഞാൻ ഈ വീട്ടിൽ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകൾ സത്യം പറഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോ 3 തവണ ഞാൻ കണ്ടു. 4ാമത്തെ തവണ എടുത്തപ്പോഴാണ് എനിക്കത് പറഞ്ഞു തീർക്കാനായിട്ടുള്ളൊരു ഇത് വന്നത്. അങ്ങനെയാണ് ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്തത്. സത്യം പറയാലോ, ആർക്കും ഇങ്ങനെ ഒരു ഗതി വരാതിരിക്കട്ടെ. അതോടൊപ്പം തന്നെ മറ്റൊരു ഓർമ്മപ്പെടുത്തൽ, എങ്ങനെയെങ്കിലും ഇവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരണം. ഒരിക്കലും പണത്തിൻ്റെ സ്വാധീനത്തിലോ അല്ലെങ്കിൽ ഇവരെ വെറുതെ വിടാൻ പാടില്ല. ഇവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ട് ആ കൊച്ചിനെ അത്രത്തോളം അവർ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്തായാലും ആർക്കും ഇനി അങ്ങനെ ഒരു വിധി വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് അത്രേ പറയാനുള്ളൂ.